പ്രിയ സുഹൃത്തുക്കളെ, കണക്ക് കിട്ടിയെന്നേ. നമ്മുടെ UDF-കാരെ വയനാട്ടുകാർക്ക് വേണ്ടി പിരിച്ച പൈസ എവിടെയെന്ന് നമ്മുടെ VD സതീശൻ ചേട്ടനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. കുറെ കണക്കൂടെ വർത്താനൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. കണക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കല്ല, അതൊരു ഭയങ്കര മനുഷ്യനാ കിട്ടിയിട്ടുള്ളത്. ഒന്ന് കണ്ടോക്കൂ. ഇന്ന് വയനാട് ഫണ്ട് മുക്കി കോൺഗ്രസ് ഇലക്ഷൻ പ്രചരണം നടത്തുന്നുവെന്ന് എം സ്വരാജ് പറയുന്നുണ്ട്. അത് മുക്കിയെന്ന് പി വസീം പറയുന്നുണ്ട്. മാത്രമല്ല എം സ്വരാജ് കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു, കോൺഗ്രസുകാർ ശവം തൂക്കികളാണ് എന്ന് പറയുന്നുണ്ട്. ശവം വെച്ചുകൊണ്ട് പണം പിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എസ്കെൻ ഉറപ്പായും അതിലൊരു വ്യക്തത വരാത്തിടത്തോളം കാലം അവിടെ കിടക്കട്ടെ. ഇദ്ദേഹങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ അല്ലെ, പഴയ SFI കാരനാണ്. നമ്മുടെ 24 ചാനലില് ഇങ്ങനെ എഴുതി വെച്ച ഡയലോഗുകൾ ഇങ്ങനെ കട എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ പച്ചക്ക് തിന്നാൻ നോക്കുന്ന മനുഷ്യനാ. തൊട്ടപ്പുറത്തുള്ള ചാനൽ ചർച്ചയ്ക്ക് വന്ന ആളുകളൊക്കെ അടിച്ച് പരത്തി ഒരു വിധമാക്കുന്ന ഒരു മനുഷ്യനാ. ഇയാള് മീഡിയേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതിഗംഭീരമാണ് ഇദ്ദേഹത്തിന്റെ വാർത്ത അവതരണ രീതിയും ഇയാത്തിന്റെ പ്രസംഗം കേൾക്കാൻ. ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാ. ഈ അടുത്ത കാലത്ത് ചെറുതായിട്ടൊക്കെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് തൊട്ടപ്പുറത്തൊരു പെൺകുട്ടി വന്നതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത്. അഷിത എന്നാണ് പെൺകുട്ടിയുടെ പേര് കേട്ടോ. ഗംഭീരമായിട്ടുള്ള വാർത്ത അവതരണമാണ്. വിത്ത് കണക്ക് വെച്ച് കൊന്നു തീർത്ത് കളയും. ഈ അടുത്ത കാലത്ത് നമ്മുടെ SK നടക്കുന്നത് കിട്ടി. എന്തായാലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുണ്ട്. UDF-കാര് പിരിച്ച പൈസ എവിടെയെന്ന് ഇനി ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. കേട്ടോക്ക്. അതൊരു പ്രൊപ്പഗണ്ടയായി, അതൊരു പ്രചരണ വിഷയമായി ഉന്നയിക്കാനുള്ള എല്ലാവിധ രാഷ്ട്രീയ അവകാശങ്ങളും ഉണ്ട്, വ്യക്തത വരാത്തിടത്തോളം കാലം. പക്ഷെ എനിക്കത് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. ദൗർഭാഗ്യവശാൽ ഞാൻ ഒന്നുകൂടി പറയാം, 2 ബാങ്ക് അക്കൗണ്ടുള്ള ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്. ഇദ്ദേഹത്തിന് അതിൽ വ്യക്തതയുണ്ടെന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ എന്തിനാ അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല. നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കണക്ക് കിട്ടി. UDF-കാർക്ക് കിട്ടാത്ത, VD സതീശൻ ചേട്ടന് കിട്ടാത്ത, അണികൾക്ക് കിട്ടാത്ത കണക്ക് ഹാഷ്മിക്ക് എങ്ങനെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ഹാഷ്മിയുടെ കയ്യിൽ കണക്കുണ്ട്. അതൊരു 1.5 കണക്കാണ്. കേട്ടോക്ക്. 1,50,000 അടക്കം 1,50,000 അടക്കം 4,35,42,042 രൂപ. രണ്ടാമത്തെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലാണ്. ആകെ വന്ന തുക 1,79,590 രൂപ. അങ്ങനെ രണ്ടും കൂടി 5,38,21,632 രൂപ. അതിൽ ആപ്പിന്റെ മെയിന്റനൻസ് ചാർജായി KPC അധ്യക്ഷനായിരിക്കെ കെ സുധാകരനോടൊപ്പം കൊടുത്തത് 9,30,30,000 രൂപ. സ്ഥലം ഏറ്റെടുക്കലും രജിസ്ട്രേഷനുമായി ചെലവായ തുക 4,68,36,385 രൂപ. അങ്ങനെ ആകെ ചെലവായ തുക 4,77,66,385 രൂപ. ബാക്കി 60,55,247 രൂപ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഹാഷ്മിക്ക് കിട്ടിയ കണക്ക്. ഇപ്പൊ തന്നെ അവർ പിരിച്ച പൈസയിൽ നിന്ന് ഏകദേശം ഒരു 4 കോടി രൂപ, 44 എത്രയോ കോടി രൂപ അങ്ങോട്ട് ഇപ്പൊ ചെലവഴി കഴിഞ്ഞു. പല വിധത്തില് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഭൂമി വാങ്ങിക്കാനും രജിസ്ട്രേഷനും അങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ തുക ചെലവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഇവരെ കയ്യിലുള്ളത് വെറും 60 ലക്ഷം രൂപയാണ്. ഈ 60 ലക്ഷം ഉലുവയേറ്റാണ് ആ ഒരു വയനാട്ടിലത്തെ ആളുകൾക്ക് ഇവർ വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. എത്ര കുട്ടിപ്പര വെച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ഈ കണക്കെല്ലാം ഹാഷ്മിക്ക് എങ്ങനെ കിട്ടിയടേ? ചിലപ്പോ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതായിരിക്കും. നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നത് ഭയങ്കര സംഭവമാണ്. ചിലപ്പോ ആർക്കും കിട്ടാത്ത കണക്കുകള്, ചിലപ്പോ മുഖ്യമന്ത്രി പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളടക്കം ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ പുറത്തു വരും. എന്തായാലും ബാക്കിയൊന്ന് കേട്ടോക്കാം, അതാ രസം. ഇന്ന് രാവിലെ ഒരു നേതാവിനെ വിളിക്കുകയാണ്. ഹാഷ്മി ഇന്നലെ പറഞ്ഞ ആ കണക്ക് ഞാൻ എന്നോട് മൊണ്ണെ നിങ്ങളുടെ കോൺഗ്രസ് ഓഫീസില്ലേ, ആ കോൺഗ്രസ് ഓഫീസിൽ പോയി ചോദിച്ചാൽ ഈ വിവരം കിട്ടും, അത് എന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പോലും ധാരണ ഈ കണക്കൊന്നും അവർക്കില്ല. നേരത്തെ ഹാഷ്മി പറഞ്ഞ ആ കണക്കിൽ, അതായത് ഇനി 60 ലക്ഷം രൂപയാണ് ആ ബാങ്കിലുള്ളത്. അത് ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഔദ്യോഗികമായിട്ടോ KPCCയോ ഇത് ഒരു റിലീസായിട്ടോ അല്ലെങ്കിൽ ഇതാണ് ഇത്രയും തുകയാണ് എന്നത് സംബന്ധിച്ച കണക്കോ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. അങ്ങനെ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഹാഷ്മിക്ക് എങ്ങനെ കിട്ടിയാണ്? ഹാഷ്മിക്ക് ഏതായാലും ഒരു ജേർണലിസ്റ്റിക് രീതിയിൽ അത് കിട്ടുകയും ചെയ്തു, അത് കളക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ 60 ലക്ഷം രൂപ കൊണ്ട് KPCC നേരത്തെ പറഞ്ഞിരുന്നത് 230 വീട് നിർമ്മിക്കുമെന്നാണ്. ഈ 60 ലക്ഷം രൂപയ്ക്ക് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി പോലും 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് ഈ സർക്കാർ ഈ ടൗൺഷിപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ആ വീടുകളുടെ ആ നിലവാരത്തിലേക്ക്, ആ നിലയിൽ അത് കെട്ടാൻ കഴിയില്ല അത്രയും തുകയ്ക്ക്. അങ്ങനെയുള്ളപ്പോൾ ഒരു 15 വീട് ഈ ലൈഫ് മിഷന്റെ രീതിയിൽ നോക്കിയാൽ തന്നെ അതിനുള്ള തുകയേ ഉള്ളൂ. ഈ തുക കൊണ്ട് എങ്ങനെ കഴിയുന്നതും കോൺഗ്രസ്സുകാർ ഇനി ഈ വീട് വെച്ചു കൊടുക്കാം എന്നുള്ള പ്രഖ്യാപനം
ഒരു തരത്തിലും നടക്കരുത്. ഒന്നുകിൽ അവർ ഈ പണപ്പിരിവിന് അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ പണം മറ്റെങ്ങോട്ടോ പോകുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്രളയകാലത്ത് 1000 വീട് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ 1000 വീടും കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കാലമായി കോൺഗ്രസ്സുകാർ വീട് കൊടുക്കാമെന്ന് 1000 വീടും കണ്ടിട്ടില്ല, 1000 ഉറുപ്പിയും കണ്ടിട്ടില്ല. ബാക്കി കേൾക്കണം. അതിലേതോ വളരെ കുറച്ച് വീടെന്തോ നിർമ്മിച്ചിട്ടുള്ളൂ. അതിലും ഇതേപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിന്റെ ശാസ്തമംഗലം ബ്രാഞ്ചിലേക്ക് എത്തിയത് ഏതാണ്ട് 2.5 കോടിയോ 3 കോടിയോ മറ്റോ ആണ്. ഈ 1000 വീടിനുള്ള തുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ ഈ ഓരോ ദുരന്തം വരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുകയല്ലാതെ ഇതിലൊരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇതാണ് അതിന്റെ പുറകിലുള്ള ഒരു കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇപ്പൊ കോൺഗ്രസിന്റെ കയ്യിൽ ഇപ്പൊ ഇവരുടെ ഒരു കണക്ക് കഴിച്ച് നോക്കുമ്പോൾ വെറും 60 ലക്ഷം രൂപയാണുള്ളത്. 60 ലക്ഷം രൂപയ്ക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുന്നത്? ഇനിയിപ്പോ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 20 ലക്ഷം രൂപയ്ക്കാണല്ലോ നമ്മുടെ ഗവൺമെന്റ് വീട് വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ 2, 4, 6 അപ്പൊ ഏറി വന്ന 3 വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും. വെറും 3 വീട് വെച്ച് കൊടുക്കാൻ സാധിക്കും. എന്നാൽ കോൺഗ്രസ് ഓഫർ ചെയ്തിട്ടുള്ള 230 വീടാണ്. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്നിട്ടും ഇവർ ഇതേ കള്ളവുമായിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇവർക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ടല്ലോ, ഇവരെ ഇപ്പോഴും കുറെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അത്ഭുതം. നോക്കിയേ, രാവിലെ ചായ കുടിക്കുന്ന ആളുകൾക്ക്, നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക്, ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഇത് കഴിച്ചാൽ ഒരു അല്പ ബോധം, ഒരു ആരോഗ്യം, ഒരു ചിന്താശേഷിയൊക്കെ ഉണ്ടാവുക. അപ്പൊ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മളെ മലയാളികൾ എന്നതിനാൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാകള്ളത്തരമാണെന്ന്. എന്നിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്കറിയില്ല, അത് പറയേണ്ട അവരാണ്. AICC അസിസ്റ്റന്റ് ഉണ്ടാവുന്ന പറയുന്നത്. ഇതിൽ ഈ സ്ഥലത്തിന്റെ കാര്യമല്ലോ ഇന്ന് പ്രതിപക്ഷ VD പറയുന്നത് ഈ സർവക്ഷോഭത്തിലല്ല. അതായത് VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫീസിനകത്ത് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ഉറപ്പാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉറപ്പാദാർത്ഥം ഉണ്ടായിരുന്നതാണ് യാഥാർത്ഥ്യം. 400-ലധികം പേർ മരിച്ച 150-ലേറെ പേരെ കാണാതായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചുരൽമല ദുരന്തം. അതിലെ ദുരന്ത ബാധിത 2 വർഷം കഴിയുമ്പോഴും അവർക്ക് വീടില്ലാതെ കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ അവർ അനാഥരായി നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ സർക്കാരാണോ തെറ്റുകാർ, പ്രതിപക്ഷമാണോ തെറ്റുകാർ എന്ന് ചോദിക്കുന്നത് അവർ അമ്പരപ്പോട് കൂടിയായിരിക്കും ഈ രാഷ്ട്രീയ ചർച്ചയെ കാണുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഇതൊരു വളരെ മോശമായ ചർച്ചയുടെ കരുതും. കാരണം അവരെന്ത് ചെയ്യും? ഈ കോൺഗ്രസ്സുകാരെ വർത്താനം കേട്ടിട്ട് 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വീട് വേണ്ട, എനിക്ക് പൈസ മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് പോയ ആളുകൾ ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം അവർക്ക് വീടില്ല. 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ ചെലവായില്ലോ സുഹൃത്തുക്കളെ. മറ്റൊരൊക്കെ വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പത്രമാധ്യമങ്ങൾ പറയുന്നൊക്കെ മഹാകള്ളത്തരാണ്, ചിലതല്ല. കാരണം കൃത്യമായിട്ട് അവിടെ വീട് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, മന്ദഗതിയിലായിട്ടൊന്നുമില്ല. അപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ചർച്ചകളൊക്കെ നടക്കുന്നത്. നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കാളിദാസ് കാണിച്ചതുപോലെ തന്നെ അവസാന ചില അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. ഈ അടുത്ത മഴക്കാലത്തിന് മുൻപ് എന്നുള്ളതായിരുന്നു മന്ത്രി K. രാജൻ പറഞ്ഞത്. ഈ വിഷുവിന് മുൻപ് തന്നെ അവിടേക്ക് മാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം ഈ ടൗൺഷിപ്പ് നിർമ്മിച്ച ശേഷം ഉദ്ഘാടനം നടത്തി സർക്കാർ അങ്ങ് പോയി, ആ മനുഷ്യർ മറ്റൊരു ഭാഗത്താണ് എന്നുള്ള പ്രചാരണം വാസ്തവ വിരുദ്ധമാണ്. ഇന്നും എല്ലാ മാസം 1-ാം തീയതി അക്കൗണ്ടിലേക്ക് 25,000 രൂപ വരുന്നുണ്ട് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ഈ പ്രഖ്യാപനങ്ങൾ, ഈ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ചേക്കുക. ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്ന നുണകളൊക്കെ മാറ്റിവെച്ചേക്കുക. അവിടെയുള്ള ആളുകളോട് നിങ്ങൾ പോയി ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നമ്പർ കിട്ടാച്ച് വിളിച്ചു ചോദിക്കണം. അവർക്ക് ഇപ്പോഴും മാസം അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ വീട്ടു ചെലവിനും വാടകയ്ക്കും മറ്റുമായിട്ട് 25,000 രൂപ കൊടുക്കുന്നുണ്ട്. ഏത് ഗവൺമെന്റ് കൊടുക്കൂടോ ഇമാതിരി പരിപാടി? അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ടോ? എന്തായാലും ആ കണക്ക് അതിഗംഭീരമാണ്. ഇനി ഈ കണക്ക് എത്രത്തോളം ശരിയാണോ തെറ്റാണെന്നൊക്കെ പറയേണ്ടത് ഞാനല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു കണക്ക് വന്നൊന്ന് റിയാക്ട് ചെയ്തെന്നുള്ളൂ. ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ വിവരങ്ങളൊക്കെ ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് കോൺഗ്രസ്സിലെ ആര് നമുക്ക് ആ കണക്ക് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു കണക്ക് തരുന്നത് VD സതീശൻ അല്ലാതിരിക്കുന്നത് നന്നായിരിക്കും. ബൈ.